ശ്രീ റെജി ലൂക്കോസ്, മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ശ്രീ KB ഗണേഷ് കുമാർ പറഞ്ഞത് നഷ്ടത്തിലായിരിക്കുന്ന തകർന്നിരിക്കുന്ന KSRTC എന്ന പ്രസ്ഥാനത്തെ രക്ഷിച്ചെടുക്കാൻ ചില പദ്ധതികൾ അദ്ദേഹത്തിനുണ്ട് എന്നാണ്, ചില പ്ലാൻ അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് വലിയ പ്രതീക്ഷയോടെയാണ് കേരളം കേട്ടത്. പക്ഷെ അദ്ദേഹം ഒരു പ്ലാൻ മുന്നോട്ട് വെക്കുന്നു. അത് ഈ ബസ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അദ്ദേഹം അത് നഷ്ടത്തിലാണ് എന്ന് പറയുന്നു. ഇനി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതിന് എന്തുകൊണ്ടാണ് CPM സ്വീകാര്യമാകാത്തത്? ഇതൊരു നയപരമായ തീരുമാനമായി സർക്കാർ കൈക്കൊണ്ടതാണ്. അത് സർക്കാരുമായോ മന്ത്രിസഭയുമായോ ആലോചിക്കാതെ KB ഗണേഷ് കുമാർ മുന്നോട്ട് വെച്ചൊരാശയമാണോ? അല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട മന്ത്രി KB ഗണേഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പല പദ്ധതികളുണ്ടെന്നും KSRTCയെ ലാഭത്തിലെത്തിച്ചില്ല എങ്കിലും നഷ്ടത്തിൽ നിന്ന് കരകയറ്റാനുള്ള ശ്രമം തൻ്റെ ഭാഗത്തുനിന്നുണ്ടാക്കുന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെ വലിയ പ്രതീക്ഷയോടെയാണ് കേരളത്തിലെ പൊതുസമൂഹം കേട്ടത്. തീർച്ചയായിട്ടും അതിനെ ശ്ലാഘിക്കുക തന്നെ ചെയ്യണം. പക്ഷേ അതിനോടൊപ്പം തന്നെ അദ്ദേഹം തൻ്റെ മുൻഗാമിയെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ അദ്ദേഹം എടുത്ത മുഴുവൻ നിലപാടുകളും തെറ്റാണെന്നും അതൊക്കെയാണ് ഈ കോർപ്പറേഷൻ തകരാൻ കാരണമാണെന്നുള്ളൊരു പലകുറി ആവർത്തിച്ച് അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് അതായത് UDF-ലല്ല ഇപ്പോൾ മന്ത്രിയായിരിക്കുന്നത്, LDF-ലാണ്. LDF-ലെ ഏതെങ്കിലും ഒരു മന്ത്രിക്ക് തന്നിഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു ഉള്ളത് അസാധ്യമാണ്. കൂട്ടുത്തരവാദിത്വമാണ് LDF മന്ത്രിസഭയുടെ ഏറ്റവും ഒരു പ്രത്യേകത. അത് LDF-ൻ്റെ നയമനുസരിച്ചും മന്ത്രിസഭ തീരുമാനിക്കുന്ന തീരുമാനങ്ങളനുസരിച്ചും തൻ്റെ കഴിവ് മാക്സിമം പ്രകടിപ്പിക്കാനുള്ള ഒരവസരമാണ് ഒരു മന്ത്രി എന്ന നിലയ്ക്ക് LDF മന്ത്രിമാരിലുള്ളത്. അവിടെ നിന്നും അദ്ദേഹം അല്പം വ്യതിചലിച്ചു എന്നൊരു സംശയമുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആവേശം കൊണ്ടായിരിക്കാം. ഇവിടെ നയപരമായ ഒരു വ്യതിയാനം എന്ന് പറയുന്നത് ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നതാണ് ഇലക്ട്രിക്കൽ ബസ്സിലേക്കുള്ള ഈ ബസ്സുകളിലേക്കുള്ള മാറ്റം. ഈ വാഹനങ്ങളിലേക്ക് തന്നെ, ബസ് മാത്രമല്ല, മാറ്റം. ഐക്യരാഷ്ട്രസഭയുടെ പ്രഖ്യാപിതമായ നയമെന്ന് പറയുന്നത് 2030 ലോകം മുഴുവനായിട്ടും ഒന്നുമില്ലെങ്കിൽ ഹൈഡ്രജൻ ബസ്സുകൾ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വാഹനങ്ങൾ ഒക്കെ ലോകവ്യാപകമായിട്ട് വരണം. കാരണം അത്രയധികം പരിസ്ഥിതി ലോകത്തിൽ തകരാറ് സംഭവിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, ഓസോൺ പാളികളുടെയൊക്കെ തകർച്ചകളൊക്കെ. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെ നയം ഇതുതന്നെയാണ്. 2016 അധികാരമറ്റ പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യത്തെ നയപ്രഖ്യാപനത്തിൽ വന്നത് തന്നെ ഓൾട്ടർനേറ്റീവ് എനർജിയുള്ള വാഹനങ്ങളിലേക്ക് മാറാൻ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം അനുസരിച്ച് തന്നെയുള്ള ഒരു നയം അന്നേ പ്രഖ്യാപിച്ചതാണ്. വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ ഈ അറിവുകളൊന്നും ഇല്ലാത്ത ഒരാളല്ല ശ്രീ KB ഗണേഷ് കുമാർ. ഒരു സർക്കാരിലേക്ക്, അതിനെ നയിക്കുന്ന മുന്നണിയിലേക്ക് ഒന്നും പെട്ടെന്ന് എടുത്തെറിയപ്പെടുന്ന ഒരാളല്ല. താനാണ് 2ാം ഘട്ടം KSRTC നയിക്കേണ്ടത് എന്ന് 2.5 വർഷക്കാലം അറിഞ്ഞുകൊണ്ടിരുന്നയാളാണ്. ആ പ്രസ്ഥാനം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് സദാ അതുകൊണ്ട് തന്നെ ജാഗരൂകനായി വീക്ഷിച്ചു കൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഈ പറയുന്ന സർക്കാരിന്റെ നയം എന്താണ്, എങ്ങനെയാണ് ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലിറങ്ങിയത്, അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് അദ്ദേഹം ഈ നിലപാട് പ്രഖ്യാപിക്കുന്നത് അത്ര നിഷ്കളങ്കമാണോ? അതൊരു നിഷ്കളങ്കമാണെന്ന് പറയാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല. കാരണം അദ്ദേഹം ഇതിനു മുമ്പ് KSRTC ഭരിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം UDF-ൻ്റെ മന്ത്രിയായിരുന്നു. അന്ന് അത്യാവശ്യം കഴിവുള്ളൊരു മന്ത്രി എന്നുള്ളൊരു പേര് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ശരിയാണ്, അദ്ദേഹം വന്നതിന് ശേഷമാണ് ഈ യൂണിഫോമിൻ്റെ നിറം മാറ്റിയത്. അതുപോലെ തന്നെ KSRTC-യുടെ ഔദ്യോഗികമായിട്ടുള്ള ഡിസൈൻ കളർ തന്നെ മാറ്റി. അതിനോടൊന്ന് വ്യാപകമായ എതിർപ്പുണ്ടായിരുന്നു. ഇനി അദ്ദേഹം അതിന് തുനിയല്ല നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം സർക്കാരിൻ്റെ നയത്തിന്, അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ മാത്രം നയമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ നയമാണ്, ലോകവ്യാപകമായിട്ടുള്ള നയമാണ്. അതിൽ നിന്ന് വ്യതിചലിച്ച് അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിച്ചത് എന്ന് പറയുന്നത് അതിലൊരു സംശയത്തിന് നിലവിലുണ്ട്. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് അദ്ദേഹത്തിന് കൃത്യമായ രീതിയിൽ മറുപടി കൊടുത്തു കഴിഞ്ഞു. P പ്രശാന്ത് എന്ന് പറയുന്ന MLA അദ്ദേഹത്തിന് മറുപടി കൊടുത്തു. അതുപോലെ തന്നെ ആര്യ ബഹുമാനപ്പെട്ട നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അതിനെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്ന രീതിയിലുള്ള മറുപടി കൊടുത്തു. അതിലൊക്കെ ഉപരിയായിട്ട് അദ്ദേഹം ഡീസൽ വാഹനം 1 കോടി രൂപയ്ക്ക് ഇലക്ട്രിസിറ്റി അല്ല, ഒന്നുകൂടെ പറഞ്ഞു ഇതൊന്ന് പൂർത്തീകരിച്ചോട്ടെ, 1 കോടി രൂപയ്ക്ക് വാങ്ങുന്ന ഈ ബസ്സിനേക്കാൾ ലാഭം 4 ബസ് 1 കോടി രൂപ കിട്ടും എന്ന് അദ്ദേഹം പറഞ്ഞതിനകത്തുള്ള വൈരുദ്ധ്യം എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. 4 രൂപ മാത്രമേ ഉള്ളൂ 1 കിലോമീറ്റർ ഒരു ഈ ബസ്സിന് ചിലവുള്ളൂ. ആ സമയം 71 രൂപ വേണം ഒരു ഡീസൽ വണ്ടി ഓടാനായിട്ട്. അത് കൂടാതെ കൊണ്ട് തന്നെ പരിസര മലിനീകരണങ്ങൾ ഭീകരമായിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന ചിലവ്, ഇനി തിരുവനന്തപുരം സിറ്റിയിൽ 80,000-ഓളം ആളുകൾ ഒരു ദിവസം ഈ ഇലക്ട്രിക്കൽ ബസ്സിനെ ആശ്രയിക്കുന്നുണ്ട്. ആ വാഹനം വന്നതിന് ശേഷം ആദ്യമൊക്കെ നഷ്ടമായിരുന്നെങ്കിൽ പിന്നീട് അത് ലാഭത്തിലേക്ക് കുതിച്ചു. 10 രൂപയ്ക്ക് യാത്ര ചെയ്യാന്നുള്ള ഒരു രീതിയിലേക്ക് അത് കഴിഞ്ഞ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ആന്റണി രാജു എടുത്തൊരു തീരുമാനമാണ്. അതോടുകൂടി ജനങ്ങൾ അതിലേക്ക് ഈ വാഹനത്തെ ശരിക്കും ആശ്രയിച്ചു തുടങ്ങി.
10 രൂപ പരിപാടി നിർത്തും എന്നൊക്കെ പറയുന്നത് അതൊരു ഇടതുപക്ഷ സർക്കാരിന് യോജിച്ചതല്ല. അതുകൊണ്ട് തന്നെയാണ് വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ ഉയരുന്നത്. അദ്ദേഹത്തിന് എന്തായാലും ഇത്തരം തീരുമാനങ്ങളിൽ നിന്ന് പുറകോട്ട് പോയേ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വരാം. അങ്ങ് 8 മണി വരെയാണ് ചർച്ചയിൽ തുടരുക. അതിനു മുൻപ് ഒരു തവണ കൂടി ഞാൻ അങ്ങിലേക്ക് വരികയും ചെയ്യാം. ശ്രീ